എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എത്ര വയ്യെന്ന് പറഞ്ഞാലും അത് കേട്ടിട്ട് വീട്ടിലുള്ള ആൾക്കാർ അത് വെറുതെ തമാശയായിട്ട് എടുക്കും. അല്ലെങ്കിൽ പറയാം അത് മൊത്തം എൻ്റെ തോന്നലാണെന്ന്. ഇതിങ്ങനെ പറയുമ്പം എങ്ങനെയാണ് എൻ്റെ അസുഖങ്ങൾ മാറുന്നത്? ഇങ്ങനെ പറയാറില്ലേ ആൾക്കാർ? കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതെന്തുകൊണ്ടാണ് ഈ ചില അസുഖങ്ങൾ ഇങ്ങനെ മാറാതെ നിൽക്കുന്നത്? ചിലപ്പോൾ ചില ആളുകൾക്ക് സ്കിൻ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബോഡി പെയിൻ തോന്നുന്നതാവാം, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതാവാം. ഇങ്ങനെ പല പല ഡിഫിക്കൽട്ടീസ് എന്തുകൊണ്ടായിരിക്കും ഒരുപാട് കാലം മാറാതെ നിൽക്കുന്നത്? അവരത് പല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഭേദപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ചികിത്സയ്ക്ക് പോകുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഇവർക്കിങ്ങനെ വേദന അനുഭവപ്പെടുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇത് പലപ്പോഴും മനസ്സിൻ്റെതാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശരിക്കും ശരീരത്തിൽ നമുക്ക് വേദന അനുഭവിക്കുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിൻ്റേത് കൊണ്ട് വരുന്നത്? മനസ്സെന്ന് പറയുന്നത് വേറെയും ശരീരം എന്ന് പറയുന്നത് വേറെയും അല്ലേ? ഇത് തമ്മിൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടോ? മനസ്സിന് വിഷമം വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ട് തോന്നുമോ? ഇതൊരു ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കാം. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. അവർക്കൊരു സ്വയം വിലയില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടാവും. തന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ഇഷ്യൂ കാരണം ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. എല്ലാത്തിനും അവോയ്ഡ് ചെയ്യുന്നു. അവർ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലൈഫിൽ ഒരു കാരണങ്ങൾ അവർക്കില്ല, അല്ലെങ്കിൽ അതിനായിട്ട് അവർ തയ്യാറാകുന്നില്ല. എപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഈ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. അവർ വളരെ വീക്കായിട്ട് അവർക്ക് തോന്നുന്നു. അങ്ങനെ ഈ രോഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജീവിതത്തിൽ മറ്റൊരു കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത വിധം അവർ മാറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഫാമിലി എൻവയോൺമെൻറ്റ്, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ ധൈര്യത്തെ, സമാധാനത്തെയൊക്കെ വളരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിലൂടെ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല, നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നതിലൂടെ ഇത് മാറുമായിരിക്കും. എന്താ തോന്നുന്നത്? പല ആളുകളുടെയും സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ ഒരു വാല്യൂ കൊടുക്കാത്തൊരു എൻവയോൺമെൻറ്റ് ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ പതുക്കെ ഈ ഫാമിലി മെമ്പേഴ്സ് റെഡി ആകുകയാണ്, ഇവർ പറയുന്നത് ലിസൺ ചെയ്യാം എന്ന് അവർ റെഡി ആകുമ്പോൾ ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് സപ്പോർട്ടിൻ്റെ കുഴപ്പങ്ങളാണ് കാണുന്നതെന്ന് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കുമ്പോൾ പതുക്കെ ഈ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതായിട്ടും ഇവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് ഇവരുടെ ലൈഫിൽ ഇവർ മുന്നോട്ട് വരാനായിട്ട് ബാക്കി കാര്യങ്ങളിൽ, ഇവരുടെ ജോലിയാവാം അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള മറ്റ് കാര്യങ്ങളിൽ അവരെ മുന്നോട്ട് വരാനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് പലപ്പോഴും ബെറ്ററാക്കി വെക്കുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതും പല മാനസിക പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരം കാണാൻ പറ്റുന്നതും. ഇതെന്ന് മാത്രമല്ല, ഈ ഒരു ഇൽനെസ്സിനെ പറ്റിയുള്ള ആൻസൈറ്റി മാത്രമല്ല, നമുക്ക് ഡിപ്രഷൻ ആവാം, ആൻസൈറ്റി ആവാം, എന്ത് മാനസിക പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്കത് പരിഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ പതുക്കെ മനസ്സിലാക്കുക.